ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ മേയർ വി.കെ. മിനിമോൾക്കും കൌൺസിലർമാർക്കും സ്വീകരണം നൽകി. കൊച്ചിയുടെ പൗരാണികതയാണ് നഗരത്തെ ആഗോളതലത്തിൽ അടയാളപ്പെടുത്തിയതെന്ന് ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് മേയർ പറഞ്ഞു. ബ്രഹ്മപുരത്തെ നായ സംരക്ഷണ കേന്ദ്രം, കനാൽ ശുചീകരണം ഉൾപ്പെടെയുള്ള നഗരസഭയുടെ പ്രധാന വികസന നേട്ടങ്ങളും മേയർ വിശദീകരിച്ചു. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ കൊച്ചി മേയർ വി.കെ. മിനിമോൾക്കും കൌൺസിലർമാർക്കും ഭാരവാഹികൾ സ്വീകരണം നൽകി. മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും അടങ്ങുന്ന പ്രദേശങ്ങളുടെ പൗരാണികതയാണ് ലോകത്തിനു മുൻപിൽ കൊച്ചിയെ അടയാളപ്പെടുത്തിയതെന്ന് സ്വീകരണത്തിന് മറുപടി നൽകിക്കൊണ്ട് മേയർ പറഞ്ഞു. കൊച്ചി എന്ന് പറയുമ്പോൾ തീർച്ചയായും മട്ടാഞ്ചേരി പ്രദേശമാണ് യഥാർത്ഥ കൊച്ചി എന്ന് കൊച്ചിയിലെ പൗരാണികമായ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ചും നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഇവിടെ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെയെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ അഭിപ്രായങ്ങളും സ്വരൂപിച്ചുകൊണ്ട് മാത്രമാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തിരിച്ചറിവ് ഞങ്ങളെല്ലാവർക്കും ഉണ്ട്. നഗരസഭയുടെ 5 മാസത്തെ പ്രവർത്തനത്തിനിടയിൽ 50 ദിവസത്തെ കർമ്മ പരിപാടികളുടെ ഭാഗമായി 21 പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞതായി മേയർ വിശദീകരിച്ചു. നഗരത്തിലെ പ്രധാന പ്രശ്നമായ തെരുവ് നായശല്യം പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് 5 ഏക്കറിൽ ഷെൽട്ടർ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ തെരുവ് നായശല്യത്തിന് ശാശ്വതമായ പരിഹാരമാകുമെന്നും കോർപ്പറേഷന്റെ പുതിയ ഓഫീസ് പൂർണ്ണ സജ്ജമാക്കിയതിനൊപ്പം ഇന്ദിരാ ക്യാന്റീൻ പ്രവർത്തനം ആരംഭിച്ചതായി മേയർ വ്യക്തമാക്കി. ഡിവിഷനുകളിലെ കാനകളും കനാലുകളും ചെളിനീക്കി ശുചീകരിക്കുന്നതിനായി ഓരോ ഡിവിഷനും 13 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 80% ജോലികളും പൂർത്തിയായി കഴിഞ്ഞു. പശ്ചിമ കൊച്ചിയിലെ രാമേശ്വരം, കൽവത്തി കനാലുകളും പണ്ടാരച്ചിറത്തോടും ശുചീകരിക്കുന്നതിനായി എസ്റ്റിമേറ്റ് എടുത്ത് അനുമതി നൽകിയിട്ടുണ്ടെന്നും ചടങ്ങിൽ സദസ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മേയർ കൂട്ടിച്ചേർത്തു. കൌൺസിലർമാരായ നിഷ ജോസഫ്, സുമിത് ജോസഫ്, സുഹാന സുബൈർ, റഹീന റഫീഖ്, മഞ്ജുള അനിൽകുമാർ, ലവിത നെൽസൺ, കവിത ഹരികുമാർ, ലിസി സുമി, അശ്വതി ഗിരീഷ്, ജോസഫ് ഫെർണാണ്ടസ്, പ്രവിത വിജയകുമാർ എന്നിവർക്കാണ് ചടങ്ങിൽ സ്വീകരണം നൽകിയത്. ചേംബർ പ്രസിഡന്റ് രാജ്കുമാർ ഗുപ്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് അക്ഷയ് അഗർവാൾ നന്ദി രേഖപ്പെടുത്തി. For those who have been entrusted by the people to serve this great city with responsibility, integrity and vision. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്